കോൺഗ്രസ് പിന്നെ ഏത് രീതിയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചിരുന്നത്? നിലവിലുള്ള സംവരണം എടുത്തു കളഞ്ഞുകൊണ്ട് പുതിയ സാമ്പത്തിക സംവരണം കൊണ്ടുവരാനാണോ? അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതാണ് ഇവിടെ പറഞ്ഞത്. 1989 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് അന്ന് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവരാൻ ഉണ്ടായ കാരണം അന്ന് ആ ക്യാബിനറ്റിലെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന ദേവിലാൽ ജാട്ട് വംശക്കാർക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞ് വലിയ റാലി സംഘടിപ്പിച്ച് അതൊരു പ്രക്ഷോഭണമായി മാറി. ഹരിയാന ആളിക്കത്തി. ഹരിയാന മാത്രമല്ല, ജാട്ടു വംശക്കാരുള്ള പ്രദേശം മൊത്തം ആളിക്കത്തി. അപ്പോഴാണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവരികയും അതിനകത്ത് ഈ മേൽത്തട്ട് ക്രിമി ലെയർ വന്നു. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളിൽ സാമ്പത്തികമായി പറയുന്ന മേൽത്തട്ടുകാരുണ്ട്. ആ മേൽത്തട്ടുകാരുടെ സംവരണം ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി അതിന് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയില്ലല്ലോ. നിലവിലുള്ള ഒരു സംവരണവും എടുത്തു കളയരുത് എന്ന് നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു പുതിയ സാമ്പത്തിക സംവരണം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പറയുന്നു അത് 50% മുകളിൽ ആകുമെന്ന്. അതിനിടയ്ക്ക് പറയുന്നു ഈ ക്രിമിലെയർ വെണ്ണപ്പാളിയിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തണമെന്ന്. മഞ്ജുഷേ, ഇപ്പൊ വിദ്യാസാഗർ എന്താ പറഞ്ഞത്? നമ്മുടെ ചരിത്രപരമായ പശ്ചാത്തലം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സംവരണം ഏർപ്പെടുത്തിയത്. വിദ്യാഭ്യാസപരം ഇപ്പൊ അതാ പറഞ്ഞത്, അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടക്കണം. ഈ സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്ന ആളുകളിൽ, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്ന ആളുകളിൽ ഈ സംവരണാനുകൂല്യം പറ്റി എത്ര പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നോക്കാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്? അവർക്ക് ഇനി സംവരണം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവരും ഈ പറയുന്ന രീതിയിൽ സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ പേരിൽ ആനുകൂല്യം പറ്റാൻ അർഹരല്ല. കാരണം അവർ സാമ്പത്തികമായി സ്വാശ്രയത്തിൽ എത്തിക്കഴിഞ്ഞു, വിദ്യാഭ്യാസപരമായി എത്തിക്കഴിഞ്ഞു. പക്ഷേ ആ സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ പേരിൽ ഇന്ന് അവർ ആനുകൂല്യം പറ്റുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ആളുകൾ ആ ജാതി മേൽക്കോയ്മയുടെ പേരിൽ ഒരാനുകൂല്യം പറ്റാതെ പട്ടിണി കിടന്ന് മരിക്കുന്നു. ഒരു ജോലിയിൽ പോലും സംവരണമില്ല. അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അങ്ങനെ ജാതീയമായി മുന്നിൽ നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് സാമ്പത്തികമായി പിന്നിൽ നിൽക്കേണ്ട ഒരവസ്ഥ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥ, ഇത് അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, സാമ്പത്തിക സംവരണം കൊണ്ടുവരണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം. ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ 3-2 ഭൂരിപക്ഷം വേണം. ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.